എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. പനീർ ഫിംഗർ. അതിനായി ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി ബാക്കി എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. 200 ഗ്രാം പനീർ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് 250 ഗ്രാം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പച്ചമുളക് 4 എണ്ണം, മല്ലിയില ചെറുതായി അരിഞ്ഞത് 2 സ്പൂൺ, 1 സ്പൂൺ കറിവേപ്പില അരിഞ്ഞത്, സബോള ചെറുതായി അരിഞ്ഞത്, കുരുമുളക് പൊടി 1 സ്പൂൺ, റൊട്ടിപ്പൊടി 1 കപ്പ്, മുട്ട 1 എണ്ണം, ഉപ്പ് പാകത്തിന്. ഇനി നമുക്ക് ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് പനീർ ഫിംഗർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ചു വെച്ച പനീർ ഫിംഗർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് സബോള ആഡ് ചെയ്യാം. നന്നായി പൊടിയായി അരിഞ്ഞ ഒരു സബോളയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക്, മല്ലിയില അരിഞ്ഞു വെച്ചത്, കറിവേപ്പില അരിഞ്ഞു വെച്ചത് ഇതെല്ലാം ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി മാറ്റി വെക്കുന്നുണ്ട് മുട്ടയിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഇതെല്ലാതും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് 1 സെക്കൻഡ് നേരം മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മുട്ട ഉടച്ചൊഴിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഉപ്പ് പൊടി, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പനീർ ഫിംഗർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് വിരലിൻ്റെ നീളത്തിലുള്ള ഉരുളകളാക്കി മാറ്റി ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. അതിനുവേണ്ടി കയ്യുമ്മ ഇത്തിരി ഒന്ന് നനയ്ക്കേണ്ടതുണ്ട്. ഇത്തിരി പച്ചവെള്ളത്തിൽ കൈ നനച്ചതിന് ശേഷം ഞാനിവിടെ ഉരുളകളാക്കി വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഒരു പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇത് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഇത് എടുത്ത് മുട്ട മിക്സിലേക്ക് ഒന്ന് ഇടേണ്ട ആവശ്യമുണ്ട്. മുട്ട മിക്സിൽ മുക്കി ചെയ്തതിന് ശേഷം റൊട്ടിപ്പൊടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഓരോന്നായിട്ട് മുട്ട മിക്സിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം റൊട്ടിപ്പൊടി നന്നായിട്ട് പുരട്ടണം. എന്നിട്ട് നമുക്ക് തിളച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. അതിനുശേഷം തീ കുറച്ചിട്ട് വേണം ഇതെപ്പോഴും ചെയ്യാനായിട്ട്. ഇതൊന്ന് മറച്ചിടാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാവും. തീ കൂടി കഴിഞ്ഞാൽ ഉള്ളു വേവില്ല, പുറമെ കരിയും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തീ കുറച്ചിട്ട് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.